പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഹ്റാസ് ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിൽ കാണുന്ന പോസ്റ്റർ എങ്ങനെ പിക്സൽ ലാബിൽ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ പോസ്റ്ററിൽ കാണുന്ന ആ ഫ്ലാഗിൻ്റെ റിബൺ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇന്ത്യൻ ഫ്ലാഗ് റിബൺ PNG എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിബണ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെട്ടിട്ടുള്ള റിബണാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തു. അത് നമുക്ക് ഡിസൈനിന് കൂടുതൽ എളുപ്പമാവും. അവിടെ ഇനി വേറൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ട് സ്ക്വയർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ക്രോപ്പ് ചെയ്ത് ആ ഫ്ലാഗിൻ്റെ ഭാഗം വരെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ആ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ ആ ഫ്ലാഗിൻ്റെ റിബൺ വരെ നമ്മൾ ക്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. റിലേറ്റീവ് സൈസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് 100 ആക്കി കൊടുക്കുക. എറേസ് കളർ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 28 കൊടുക്കുക. താഴെ ഭാഗത്ത് നമുക്ക് ചെങ്കോട്ടയുടെ ചിത്രം ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് റെഡ് ഫോർട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെങ്കോട്ടയുടെ ചിത്രം കിട്ടും. അങ്ങനെ നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പിക്സൽ ലാബിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യുക. നമ്മുടെ ചെങ്കോട്ടയുടെ ഇമേജ് ആ വൈറ്റ് ഭാഗത്ത് ഫില്ലാവുന്ന രൂപത്തിൽ അതിനെ സൈസാക്കി വെക്കുക. എന്നിട്ട് അതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് അതിനെ കറക്റ്റ് വെച്ചിട്ട് ആ വെള്ള ഭാഗം ഉൾപ്പെടുന്ന ഭാഗം മൊത്തം വെച്ചതിന് ശേഷം അതിനെ നമുക്ക് ബാക്കിലോട്ടാക്കുക. നമ്മുടെ മേലെയുള്ള ആ റിബണിൻ്റെ താഴോട്ട് ആക്കിയതിന് ശേഷം അതിൻ്റെ സാച്ചുറേഷൻ 0 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊരു 8 കൊടുക്കാം. അപ്പോൾ നമ്മുടെ താഴോട്ടായിട്ട് വെക്കുമ്പോൾ തന്നെ കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് ആ ലെയർ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് 15 ആഗസ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് കൊടുത്തു. അതിനെ എന്നിട്ട് സെൻട്രലായിട്ട് അലൈൻ ചെയ്തു. അതിൻ്റെ സൈസ് 50 നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത്. ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗോതം എന്ന ഫോണ്ടാണ്. നമ്മുടെ ഫോണ്ടിനനുസരിച്ച് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഷേപ്പ് നമ്മൾ ആ വൈറ്റ് ഫോണ്ടിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡും 10 ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും 2 ആക്കി കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ ഗ്രീനാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റിന് ഗ്രീൻ കളർ കൊടുത്തു. അടുത്തതായിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫോണ്ട് നമ്മൾ കൊടുക്കുന്നത് ബെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ്. ബെൽ ഗോതിക് STD ബ്ലാക്ക് എന്ന ഫോണ്ടാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ കളർ നമ്മൾ വൈറ്റ് കൊടുത്തു. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഫോണ്ടിന് നമ്മൾ സൈസ് 100 ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോണ്ടിൻ്റെ സൈസ് 100 ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ച് നമ്മുടെ 15 ആഗസ്റ്റ് എന്ന ഫോണ്ടിൻ്റെ സൈസും കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സൈസ് നമ്മൾ 50 ആക്കി കൊടുക്കുകയാണ്. അതിനോട് ചേർത്ത് തന്നെ കുറഞ്ഞ അകലത്തിൽ അതും സെൻട്രലാക്കി തന്നെ 15 ആഗസ്റ്റിനെയും വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ശരിയാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് താഴെ ആ വൈറ്റ് ഭാഗത്ത് നമുക്ക് കുറച്ച് കുറച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ജെമിനി എന്ന വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക. ഗൂഗിളിൻ്റെ തന്നെ AI വെർഷനാണ്. അവിടെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് നമ്മൾ ചോദിക്കുക. നമ്മൾ ടെക്സ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം പിക്സൽ ലാബിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിന് ഗോതം എന്ന ഫോണ്ടാണ്
അതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഫോണ്ടിൽ നമ്മൾ ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് നമ്മൾ 20 കൊടുക്കുന്നത്. ലൈൻ സ്പേസ് നമ്മൾ 2 കൊടുക്കുന്നു. ലെറ്റർ സ്പേസിങ് നമ്മൾ 3 കൊടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബാക്കി കാര്യങ്ങളും നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ കളറ് അതിന് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇനി നമ്മളതിൽ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ലബിൻ്റെ പേര് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് സെൻട്രലാക്കിയിട്ട് അലൈൻ ചെയ്തതിന് ശേഷം അതിന് നമ്മൾ കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ തന്നെ ഫോണ്ടാണ് അതിനും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗോതമ്പ് ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ്. അതിനെ സെൻട്രലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോസ്റ്റർ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഇതിനെ നമ്മളിനി സേവ് ചെയ്യണം. സേവ് അൾട്രാ നോക്കിയിട്ട് JPG ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു.